വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഹാർഡ്വെയറിൽ മൈക്രോചിപ്പ് സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് കോഡ് ചെയ്തു. അതിനകത്ത് LED ബ്ലിങ്കിങ് ആണ് നോക്കിയത്. LED എന്ന് പറയുമ്പോൾ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ? LED ഔട്ട്പുട്ടാണല്ലേ. അപ്പോൾ ഇനി ഇൻപുട്ട് ചെയ്യാം. ഇൻപുട്ടിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ്? സ്വിച്ചസ്. നമ്മുടെ ഹാർഡ്വെയറിൽ നമ്മൾ സ്വിച്ചസ് വെച്ചിട്ടുണ്ടല്ലേ. ഈ സ്വിച്ചസ് വെച്ചിട്ട് നമ്മൾക്കൊന്ന് കോഡിങ് ചെയ്ത് നോക്കാം. നമുക്ക് മൈക്രോചിപ്പ് സ്റ്റുഡിയോ എടുക്കാം. പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഫയൽ, ന്യൂ പ്രോജക്റ്റ്, C++, AVR C8, നെയിം സ്വിച്ച് എന്ന് കൊടുക്കാം. ലൊക്കേഷൻ ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സെലക്ട് ഫോൾഡർ. സൊല്യൂഷൻ നെയിം സ്വിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. മെഗാ 328P സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഒരു കോഡ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. യെസ്, ഇതിൽ നമ്മൾക്ക് ആവശ്യം ഹാഷ് ഡിഫൈൻ CPU UL util delay.h. ഓക്കെ, ഇവിടെ കോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് സ്വിച്ച് വരുന്നത് എവിടെയാണ്? നമ്മളുടെ ബോർഡ് ഉണ്ടാക്കിയതിൽ എവിടെയാണ്? D2, D3, D4. D2-ൽ സ്വിച്ച് ഉണ്ട് എന്ന് വെച്ചാൽ പോർട്ട് D2. അപ്പോൾ അതിനെ ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്യാൻ DDR-D. പോർട്ട് D ആണ്, അതുകൊണ്ട് DDR-D = 0x00. എല്ലാ പിന്നും ഇൻപുട്ടാണ്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് കാണാനായിട്ട് നമുക്ക് പോർട്ട് Cയിലാണ്. DDR-C = നമുക്ക് LED എവിടെയാണോ കൊടുത്തിട്ടുള്ളത്, LED 1, 2, 3. PC 0 കഴിഞ്ഞിട്ട് PC 1-ലുണ്ട്, PC 2-ലുണ്ട്, 3-ലുണ്ട്. അപ്പോൾ PC 0 കഴിഞ്ഞിട്ട് PC 1. അപ്പോൾ 0x02 കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഡയറക്ഷൻ സെറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ഒരു പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 രജിസ്റ്ററുകൾ കൂടിയുണ്ട്. ഒന്ന് പോർട്ട് എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇനി ഒന്ന് പിൻ എന്ന് പറഞ്ഞിട്ട്, അതായത് DDR-D കൂടാതെ പോർട്ട് Dയും പിൻ Dയും ഉണ്ട്. DDR-Dയിൽ പോർട്ട് Dൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ പോർട്ട് Dയിൽ വാല്യൂ കൊടുക്കാനും അതേപോലെ പിൻ Dയിൽ ഇപ്പോൾ എന്താണോ വാല്യൂ ഉള്ളത് അതിനെ റീഡ് ചെയ്യാനും ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് റീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വൈലിനകത്ത് നമുക്കൊരു ഇഫ് എഴുതാം. പിൻ ഡിയിൽ നമ്മൾക്ക് ഒരെണ്ണം മാത്രമാണ് റീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അത് 0, 1, 2. ഓക്കെ, അപ്പോൾ ഒരു 4 ആയിരിക്കും വാല്യൂ വരുന്നത്. ആൻഡ് 0x04. അതായത് പിൻ ഡിയിൽ ഇപ്പോൾ എന്താണോ വാല്യൂ ഉള്ളത് അതിനെ 0x04 ആൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ 0x004 എന്ന് പറയുന്ന സാധനം 00000100. ഇതിനകത്ത് ഒരു 1 ഉള്ളൂ. ആ പൊസിഷനിൽ വരുന്ന വാല്യൂ മാത്രം അവിടെ ഉണ്ടാവും, ബാക്കിയെല്ലാം 0 ആയി പോകും. അതിനാണ് ആൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ പിൻ ഡിയിൽ നമുക്ക് കറസ്പോണ്ടിങ് പിന്നിൽ വരുന്ന വാല്യൂ മാത്രം അവിടെ തന്നെ ഉണ്ടാവും. അത് 1 ആണെങ്കിൽ 1 കിട്ടും, 0 ആണെങ്കിൽ 0 കിട്ടും. ബാക്കിയുള്ള വാല്യൂ എല്ലാം 0 ആക്കി കളയും. ഇനി ഇവിടെ നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ ആക്ഷൻ എഴുതേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി പുള്ളപ്പാണ്, അതുകൊണ്ട് ഹൈ കിട്ടിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ DDR-C അല്ല, പോർട്ട് സിയിലാണ് LED. കംപ്ലീറ്റ് ഓഫ് ആയിരിക്കണം. ഓക്കെ, എൽസ് കണ്ടീഷനിലാണ് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്.
ഇവിടെ നേരെ തിരിച്ച് LED കത്തണം. പോർട്ട് സിക്ക് വാല്യൂ കൊടുക്കുന്നു. 02 കൊടുക്കുന്നു. യെസ്, ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് കമ്പൈൽ ചെയ്ത് നോക്കാം. ബിൽഡ് സക്സീഡ്. ഇനി ടൂൾസിൽ പോയിട്ട് ഓർഡിനോ ആസ് പ്രോഗ്രാമർ ക്ലിക്ക് ചെയ്തു. ഫ്ലാഷ് ആവുന്നുണ്ട്. ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ കണക്ടറുകളുണ്ട്. ഇവിടെ ജമ്പർ വെച്ചാലാണ് ബട്ടൺ കണക്റ്റ് ആവുന്നത്. ഞാനിവിടെ ഒരു ജമ്പർ കൊടുത്തു. ഇനി ബട്ടൺ അമർത്തി നോക്കാം. യെസ്, ബട്ടൺ അമർത്തുമ്പോൾ ഒരു LED ഓൺ ആവുന്നുണ്ട്. റെഡ് LED ഓൺ ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ബട്ടൺ അമർത്തിയപ്പോൾ ഓണായി, കൈയെടുത്തപ്പോൾ ഓഫായി. ഓക്കെ, നമുക്ക് കോഡിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി നോക്കാം. എക്സാമ്പിൾ ഇവിടെ 2 ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ 4 കൊടുക്കാം. നെക്സ്റ്റ് LED എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്കപ്പോൾ 2 അല്ല, ഇവിടെ 6 കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ 2 പിന്നിന് ഔട്ട്പുട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ കമ്പൈൽ ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തൊന്നും ഓർക്കുന്നില്ല. വീണ്ടും കമ്പൈൽ ചെയ്യാം. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. ഇനി വീണ്ടും ഇതിനെ കോഡ് ഫ്ലാഷ് ചെയ്തു. ഇപ്പോൾ റെഡ് LED ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ബട്ടൺ അമർത്തിയാൽ റെഡ് ഓഫായി, യെല്ലോ ഓണായി. യെസ്. ഇനി ഇതിൻ്റെ ആക്ഷനൊന്നും മാറ്റിയിട്ട് നമുക്ക് ഒരു സോഫ്റ്റ് ബട്ടൺ പോലെ ചെയ്താലോ? എന്ന് വെച്ചാൽ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഓണാവും, കൈയെടുത്താലും ഓഫാവില്ല, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ ഓഫാവും. അങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ഇഫ് പിൻ അമർത്തുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടല്ലേ? അമർത്തിക്കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ആക്ഷനൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എൽസ് പാർട്ട് ഡിലീറ്റ് ചെയ്തു. ഇനി പോർട്ട് C = അത് തീരുമാനിക്കണമെങ്കിൽ ആദ്യം LED ഓൺ ആണോ എന്നറിയണം. എന്ന് വെച്ചാൽ ഇഫ് പിൻ C ഇവിടെ 0 1 2. ഓക്കെ, ആൻഡ് ചെയ്യുന്നത് 0x02 ആൻഡ് ചെയ്യുന്നു. LED ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ LED ഓൺ ആണെങ്കിൽ ഓഫ് ആവണം. എൽസ് പോർട്ട് C LED ഓഫ് ആയിരുന്നുവെങ്കിൽ ഓൺ ആവണം. 0x02. ഇത് കൂടാതെ ബട്ടൺ ഒരു തവണ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ച് കൈ എടുക്കാനുള്ള ഒരു ടൈം വേണം. എന്ന് വെച്ചാൽ നമ്മൾ കൈ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ റീഡ് ചെയ്തിട്ട് ഒരുപാട് ആക്ഷൻ എടുക്കാൻ പറ്റും. മൈക്രോ കൺട്രോളറിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മളുടെ കൈക്ക് അത്രയും സ്പീഡില്ല. ബട്ടൺ അമർത്തുന്നതിന് ഒരു വളരെ സ്ലോ സ്പീഡാണ്. അപ്പോൾ ഇവിടെ ഒരു 500 millisecond ടൈം വെച്ചിട്ടുണ്ട് നമ്മൾ വിരൽ തിരിച്ചെടുക്കാനുള്ള ഒരു സമയം. ഇതിനെ സേവ് ചെയ്തു, കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ടൂൾസിൽ പോയിട്ട് ഫ്ലാഷ് ചെയ്ത് നോക്കാം. LED ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ? അപ്പോൾ നമ്മൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് ഇവിടെ ഹൈ സ്റ്റേറ്റിനെയാണ് നമ്മൾ എടുത്തത്. നമ്മൾക്ക് ലോ സ്റ്റേറ്റിനെ ആയിരുന്നു എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ബട്ടൺ അമർത്തുമ്പോൾ ലോ ആണ് കിട്ടുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിനെയാണ് എടുക്കേണ്ടത്. ഇവിടെ ഒരു നോട്ട് കൊടുക്കാം. ഇനി സേവ് ചെയ്യാം, കമ്പൈൽ ചെയ്യാം. യെസ്, ഇനി ഫ്ലാഷ് ചെയ്യാം. ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇനി ബട്ടൺ അമർത്തി നോക്കാം. യെസ്, സിംഗിൾ പ്രസ്സിൽ ഓണായി, അടുത്ത പ്രസ്സിൽ ഓഫായി, വീണ്ടും ഓൺ ഓഫ്. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ബേസിക്കലി ഇൻപുട്ട് ഔട്ട്പുട്ട് ഇത്രയും നമ്മളുടെ ബോർഡിനകത്ത് കോഡിങ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് എക്സ്പെരിമെൻസുകളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.